എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ചക്കക്കുരുവും പാവയ്ക്കയും കൊണ്ടുള്ള തീയലാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാവയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു 10 12 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 10 ചക്കക്കുരുവും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാവയ്ക്ക മെഴുക്ക് പുരട്ടാനൊക്കെ അരിയുന്ന ആ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി കറി വയ്ക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയും ചക്കക്കുരുവും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ആവി വന്നൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേകാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മുറി തേങ്ങ ചിരകിയത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴാണ് കറിക്ക് നല്ല കളർ കിട്ടുന്നത്. ഇനി ആ തേങ്ങ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് ഏകദേശം ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുതിർത്തിയെടുക്കാം. കറിക്ക് അത്യാവശ്യം കുറച്ച് പുളി വേണം, എന്നാലേ പാവയ്ക്കയുടെ കയ്പ്പ് അറിയാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഒരു 1/4 ഭാഗത്തോളം വേഗമായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആ പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് കഷ്ണത്തിലേക്ക് നന്നായിട്ട് പുളി പിടിക്കുകയും ചെയ്യും. അപ്പം കയ്പ്പ് അറിയുകയില്ല. പുളി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന തേങ്ങ വറുത്തത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴേക്കും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കേണ്ട ആവശ്യമില്ല. അപ്പം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് 2 മിനിറ്റോളം ഇട്ടേക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാവയ്ക്കയും ചക്കക്കുരുവും കൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങളും തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ഒട്ടും കയ്പില്ലാത്ത നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് വേവിച്ച ചക്ക ഉണ്ടായിരുന്നു. അപ്പം ചക്കയുടെ പുറത്തേക്ക് കറി ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
ആദ്യം നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇത് ഒരു കൈപ്പിടി നിറയുള്ള തേങ്ങ ചിരകിയതാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇത് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നല്ല വെണ്ണ പോലെയാണ് അരച്ചെടുക്കേണ്ടത്. അതായത് കണ്ടില്ലേ, ഈ രീതിയിലാണ് ഈ അരപ്പ് തയ്യാറാക്കിയെടുക്കുമ്പോൾ വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് പഴുത്ത മാങ്ങയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് വളരെ ചെറിയ മാങ്ങ തൊലി കളഞ്ഞ് മുഴുവനായിട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത്. എനിക്കിപ്പോൾ ആ മാങ്ങ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ സാധാ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വലിയ പീസസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വേവിക്കാനുള്ള ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഇതിനെ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ മാങ്ങ കിട്ടുന്നെങ്കിൽ അതായിരിക്കും നല്ലത്. കുറച്ച് വലിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പഴുക്കാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പീസസൊക്കെ കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത മാങ്ങയായിരുന്നു. കുറച്ചങ്ങ് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു രീതിയിൽ ആ 2 മാങ്ങ നമുക്ക് കട്ട് ചെയ്ത് ചട്ടിയിലേക്കാക്കി കൊടുക്കാം. ഈ ഒരു പുളിശ്ശേരി വയ്ക്കാൻ നന്നായിട്ട് മധുരമുള്ള മാങ്ങ തന്നെ എടുത്തോളൂ. അപ്പം ഞാൻ മാങ്ങ കൊട്ടയിൽ നിന്ന് ഫുള്ളായിട്ടങ്ങ് ചീകി മാറ്റിയിട്ടില്ല, കുറേശ്ശെ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, 1/4 കപ്പോളം വെള്ളം മതി, വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം മാങ്ങ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ്. 1/4 കപ്പോളം ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര പാനിയും മാങ്ങയും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വരണം. ആ ശർക്കര പാനി മാങ്ങയിലേക്കൊക്കെ പിടിച്ച് അതെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കണ്ട. മൂടി വെച്ചാൽ മാങ്ങ ഒരുപാട് വെന്ത് പോകും. അപ്പോൾ തുറന്നിട്ടിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇതിനെ വറ്റിച്ചെടുക്കാം. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് മാങ്ങ അടിയിലങ്ങും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ശർക്കര പാനി മുഴുവൻ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത ശർക്കര പാനിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത നെയ്യ് മാങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ആ ഒരു സമയം വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത നെയ്യ് നന്നായിട്ട് മാങ്ങയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലേശം വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരപ്പൊന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇതിനകത്ത് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, ഈ ഒരു പരുവാണ് നല്ലത്. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതിയാകും. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കറി റെഡിയായി കഴിഞ്ഞു. ഇനി അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ നെയ്യിലാണ് താളിച്ചൊഴിക്കേണ്ടത്. 1 ടീസ്പൂൺ നെയ്യ് ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ്യ് നന്നായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നെയ്യിൽ തന്നെ താളിച്ചെടുക്കണം. അപ്പം ഇതേപോലെ മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാം. നന്നായിട്ട് ആ മണമൊക്കെ അതിലൊന്ന് പിടിച്ചു കിട്ടട്ടെ. ഇത് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നെയ്യിലും കൂടെ താളിച്ചൊഴിക്കുമ്പോൾ കറിക്ക് നല്ല മണവും ടേസ്റ്റുമാണ്. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ടൊരു കുറുകിയ പരുവാണ് ഈ ഒരു പുളിശ്ശേരിക്ക് വേണ്ടത്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത്. ഇനി അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ ഒരു മാമ്പഴ പുളിശ്ശേരി നമുക്ക് ഒഴിച്ച് കറിയായിട്ടല്ല തൊടു കറിയായിട്ട് കൂട്ടാനാണ് നല്ലത്. ചോറിൻ്റെ സൈഡിലേക്ക് വെച്ച് എടുത്ത് വെച്ച് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. പ്രധാനമായിട്ട് ഈ കറിക്കുള്ള ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നെയ്യിൽ തയ്യാറാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അടുത്തത് പരിപ്പും ബീഫും എല്ലാം കൂടി ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി 150 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് കറിയുടെ പീസസാണ്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വയ്ക്കാം. പീസസ് എണ്ണി നോക്കുകയാണെങ്കിൽ 25 പീസോളം ഇതുണ്ട്. ഈ കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 6 ചെറിയ ഉള്ളിയും 4-5 വെളുത്തുള്ളിയും എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ എരിവിന് വേണ്ടി വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം പച്ചമുളക് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഇത് മെഷറിംഗ് കപ്പിന് ഒരു 1/3 കപ്പ് ചെറുപയർ കഴുകിയതാണ്. അത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് കളറ് മാറി വരുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ അത് വേകാൻ വെച്ചിരുന്ന ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വറുത്ത് വെച്ചിരുന്ന ചെറുപയർ തണുത്ത് വരുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ പൊടിച്ചതിന് ശേഷം അതിനുള്ള ഈ ചെറുപയറിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് പാറ്റിക്കളയാം. പയർ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബീഫ് വേവിച്ച കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് 5 വിസിലോളം കേൾപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി കുറച്ച് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. അത് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ അത് വേകാൻ വെച്ചിരുന്ന പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൂടി ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ പരിപ്പ് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഇത് മിക്സിയിലേക്കിട്ട് അരച്ചില്ലെങ്കിൽ നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുത്താലും മതിയാകും. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് കൊടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസാവേണ്ട ആവശ്യമില്ല. കുറച്ച് തിക്കായിട്ടിരിക്കുന്ന കറിയാണിത്. ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറി ഇങ്ങനെ ഇളക്കി കൊടുത്ത് ചെറിയ രീതിയിലൊന്ന് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യാനാണ്. ഒരുപാട് തിളച്ചു പോകേണ്ട ആവശ്യമില്ല. കറിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതിയാകും. ഇപ്പോൾ എന്താ ചെറിയ രീതിയിൽ തിളവന്ന് ഈ സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ചെറിയ പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒരട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. സൂപ്പർ ടേസ്റ്റുള്ള ഈ കറി ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.